വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെ ബലമായി മോചിപ്പിച്ച് എംഎൽഎ. കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ കേസിൽ കസ്റ്റഡിയിൽ എടുത്തയാളെ KU ജനീഷ് കുമാർ എംഎൽഎ ബലമായി മോചിപ്പിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആയിരുന്നു സംഭവം. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. ഇതെന്താ തോന്നിയാ? മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആരെ കയറി താന്തേലാടിയെ കാണിക്കാൻ തുടങ്ങിയേക്കുന്നു. പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥാർത്ഥം പ്രതിയാക്കുക. എന്ത് ചെയ്യാൻ നിങ്ങൾ കസ്റ്റഡി താണെന്ത് വാ. നിനക്കെന്താ ഇല്ലാത്ത റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആനന്റെ ആന ചത്തു. നീ എന്ത് ചെയ്തു? അല്ല, എനിക്കങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത എടുത്തോളാം. തോന്നിയ നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ? അതിന് വ്യക്തത വരുത്താം. എടാ, ഇവർക്ക് ആന ചത്തു. ആന ചത്തെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങണ്ടേ? ഇലക്ട്രിസിറ്റിക്കാർ പോയി പരിശോധിച്ചു. ഞാൻ അവരോട് സംസാരിച്ചു. ഒരു സാധ്യതയില്ല സാറേ എന്ന് പറഞ്ഞ് അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന്. പിന്നെ എങ്ങാനൊന്നും ഈ പാവം പിടിച്ചോ? അവൻ ഈ നാട്ടുകാരനല്ലല്ലോ. അവൻ ഇവരെ ഗൗരവം അറിയിക്കണമെന്ന്. നിനക്കൊക്കെ എന്താ പണി? നിനക്കൊക്കെ എന്താ പണി? എന്താ പണി? പോണമെന്നേ കണ്ണു പഠിച്ചുവിടെ ഇരിക്കല്ലേ. ഫീൽഡിൽ പോകണം, ഫീൽഡിൽ പോയി നോക്കണം, മനസ്സിലായോ? എന്നിട്ട് കള്ളക്കേസ് എടുത്ത് പാവത്തിനെ ജയിലിൽ അടയ്ക്കാൻ. സാറേ, ഇവന്റെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പോലീസിനെ വിളിച്ച ആരംഭിക്ക് വിളിച്ചത്. എനിക്ക് വേറെ ഒന്നും വേണ്ട, നിയമപരമായി സഹായം വേണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, സ്ഥലം MLA ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരോട് പെരുമാറുന്നു. എന്തായിരുന്നു ഇതിന്റെ കാരണമായി പറയുന്നത്? ആരുടെ ഭാഗത്താണ് പിഴവെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ മറ്റ് ഭാഷയിലാണല്ലോ. അഭിലാഷ, ഇതിനകത്തൊരു പ്രധാനമായ കാരണം കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന കൃഷിയിടത്തിന് സമീപം ചരിഞ്ഞത്. അത് കൈതകൃഷി തോട്ടത്തിലാണ് കാട്ടാനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സോളാർ വേലിയിൽ ഷോക്കേറ്റാണ് ആന ചരിഞ്ഞത്. കൃഷി ഉടമയുടെ ഒരു ജീവനക്കാരനെയാണ് ഫോറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയെടുത്ത് പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ടാണ് MLA ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയത്. എന്തടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയെടുത്തെന്നുള്ളതാണ് MLAയുടെ വാദം. കാരണം ഇത് സ്വാഭാവികമായും കേസെടുക്കുന്നതിന് ഫോറസ്റ്റ് കേസെടുക്കുന്ന നടപടിയുണ്ട്. ആ നിയമ നടപടിയൊന്നും സ്വീകരിക്കാതെ ഒരാളെ ഉച്ചയ്ക്ക് മുതൽ കസ്റ്റഡിയെടുത്ത് രാത്രി വരെ കസ്റ്റഡി വെച്ചിരുന്നത് ശരിയല്ല എന്നൊരു വാദം കൂടി MLA മുന്നോട്ട് വെക്കുന്നു. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉടൻ തന്നെ MLA തന്നെ സ്റ്റേഷനിൽ നിന്നും ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും മോചിപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ദൃശ്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ, MLA പറയുന്ന കാര്യങ്ങളൊക്കെ വനംവകുപ്പിന് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിലവിൽ ആ പ്രദേശത്ത് ഈ കുളത്തുമണ്ണ് എന്ന് പറയുന്ന മേഖല വന്യമൃഗങ്ങളുടെ ഏറ്റവും ശല്യമുള്ള മേഖലയാണ്. അവിടെ നിരന്തരമായി കാട്ടാനയും വന്യമൃഗങ്ങളും ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഈ കാട്ടാന ചരിയുന്നത്. അതുകൊണ്ട് ആ ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വൈദ്യുത വേലിയിൽ നിന്നും, അതായത് വൈദ്യുത വേലി സോളാർ ഫെൻസിംഗ് ആണ്, സ്വാഭാവികം അതിൽ നിന്ന് ഷോക്കേക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ വലിയ തോതിൽ വൈദ്യുതി അതി കടത്തിവിട്ടാണ് ആന ചരിഞ്ഞെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തോട്ടം പാട്ടത്തിനെടുത്തിരിക്കുന്നത്. ആ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളുടെ ജീവനക്കാരനെ വനംവകുപ്പ് കസ്റ്റഡിയെടുത്തത്. എന്തായാലും ആ ജീവനക്കാരനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ MLA നേരിട്ട് സ്റ്റേഷനിലെത്തി കൊണ്ടുവന്നത്. എന്തായാലും MLA പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോറസ്റ്റ് കസ്റ്റഡിയെടുത്ത ശേഷം നിയമ നടപടികളൊന്നും പാലിച്ചില്ല, അത് നോട്ടീസ് കൊടുക്കുകയോ ഇക്കാര്യത്തിൽ
മറ്റ് കേസിന്റെ മറ്റു കാര്യങ്ങളൊന്നും ചാർജ് ചെയ്യാതെ ഇദ്ദേഹത്തെ ഉച്ചയ്ക്ക് മുതൽ അവിടെ കൊണ്ടുവന്ന് ഉടുപ്പ് ഊരി ശേഷം നിർത്തി എന്നുള്ളൊരു കാര്യം കൂടി MLA പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? കൃത്യമായ നിയമ നടപടി സ്വീകരിച്ച് ആളെ കസ്റ്റഡിയെടുക്കുന്നുള്ള വാദം കൂടി MLA പറഞ്ഞു. ഒപ്പം നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധമുണ്ട്. കാരണം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ആ പ്രദേശവാസികൾക്കുണ്ട്. അത് തടയുന്നതിന് വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പ്രദേശത്തെ MLA നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമ നടപടി, അതായത് ഒരാളെ കസ്റ്റഡി എടുക്കുന്നതിനുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിക്കാതെ അനധികൃതമായി കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് MLA മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ചോദിച്ചിട്ടുള്ള അത്തരത്തിലാണ് MLA പറയുന്നത്. അതുകൊണ്ടാണ് അയാളെ ബലമായി സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് നിന്നും മോചിപ്പിച്ചതെന്നുള്ള രീതിയിലാണ് MLA പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത്തരം ഒരു സംഭവം വലിയ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്, വലിയൊരു പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്.